കണ്ട പോലെ മാലിന്യ കൂമ്പാരമായി കിടന്നിരുന്ന അതേ സ്ഥലത്താണ് ഇന്ന് ഞാനുള്ളത്. ഇന്ന് ഈ സ്ഥലം അടിമുടി മാറിയിരിക്കുകയാണ്. ഇന്നിവിടെ ചിൽഡ്രൻസ് പാർക്കുണ്ട്, ഓപ്പൺ ജിമ്മുണ്ട്, ഒരു ടെറഫുമുണ്ട്. ഈ സ്ഥലം നേരത്തെ എങ്ങനെയാണ് കിടന്നിരുന്നത് എന്ന് ഇവിടെ എത്തുന്നവർക്ക് മനസ്സിലാക്കാൻ ചുമരുകളിൽ കാർട്ടൂൺ ഡെമോൺസ്ട്രേഷൻ ഉണ്ട്. അതായത് 2020 മുതൽ 2021 വരെയുള്ള കാലയളവിൽ ദുർഗന്ധം വമിക്കുന്ന മാലിന്യ കൂമ്പാരമായി കിടന്നിരുന്ന ഒരു മൈതാനമായിരുന്നു ഇത്. അതിനുശേഷം 2022 മുതൽ 2023 വരെ കോർപ്പറേഷന് കീഴിലുള്ള ശുചീകരണ തൊഴിലാളികൾ ഈ സ്ഥലത്തെത്തി ഈ സ്ഥലം വൃത്തിയാക്കി. അതിനുശേഷമാണ് 2024 ഇന്ന് കാണുന്ന നിലയിൽ ഈ സ്ഥലം അതിമനോഹരമാക്കിയത്. ഇതിന്റെ ഒരു തുടക്കം ആരുടെ ആശയമായിരുന്നു? ഇവിടെ നിറച്ച് ഷവർ അടിക്കുന്ന സ്ഥലമായിരുന്നു. ഇവിടെ ഉള്ളിൽ 8 വണ്ടി ഇവിടെ മാറ്റിയിടുന്നു. ഈ മാലിന്യങ്ങളൊക്കെ ഇവിടെ മാറ്റിയത്, പിന്നെ പാർക്കൊക്കെ എടുത്ത് സെറ്റാക്കി എടുത്ത് എല്ലാം. ഇപ്പോൾ വന്നാലും നമുക്ക് ഇവിടെ വന്ന് ഇങ്ങനെ നടന്നാലും അങ്ങനെ പോകുമ്പോഴും മണോ ഒന്നും ആവുന്നില്ല. നല്ല നീറ്റ് ബാസ്റ്റിംഗ് കെയർ ആയിട്ട് അതിൻ്റെ ഇത് കാണുന്നുണ്ട്. നല്ല അടിപൊളി പാർക്കാണ്. ഇവിടെ എപ്പോഴും തിരക്കാണ് ഇതിൻ്റെ അകത്ത്. ഞങ്ങൾക്കൊക്കെ നല്ല വണ്ണം ഉണ്ടായിരുന്നു. ഇവിടെ വന്നതെല്ലാം ചെയ്തപ്പോൾ നല്ല അടിപൊളിയായേക്കുന്നു. സ്ഥിരം വരുന്ന സ്ഥിരം വരും, വൈകിട്ട് വരും. എല്ലാവർക്കും എന്തെങ്കിലും സൗകര്യമായി ചെയ്യാനൊക്കെ ഫ്രീ അല്ലേ, എല്ലാവരും വരുന്ന ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യും, അല്ലാണ്ട് അതിലൊന്നും ഞാൻ കയറാറില്ല. എന്നിട്ട് എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? ഇവിടെ വരുന്നേ അമ്മ ഇല്ലെങ്കിൽ അച്ഛൻ. ഈ വീക്കെൻഡ്സ് ആണെങ്കിൽ കുറെ പിള്ളേർ വരും. ഇപ്പോൾ പിള്ളേരുടെ ഒപ്പം നിൽക്കുന്നത് നമുക്കൊരു എന്റർടൈൻമെന്റ് ഒക്കെ, അവരുടെ ഒപ്പം നിന്ന് കളിയൊക്കെ കാണുക. പണ്ട് കിടന്ന പോലെ അല്ലല്ലോ ഈ സ്ഥലം ഇപ്പൊ. അപ്പൊ എന്താ തോന്നുന്നു? ആൾക്കാരിപ്പോ എന്താ പഴയ പ്രായമുള്ള ആൾക്കാർ വരാനായിട്ട് അവരിന്ന് പുറത്ത് മാച്ചിൽ നിന്ന് കാണാറുണ്ട്. അപ്പോൾ നമ്മ ഇവിടെ പുറത്ത് ബ്രേക്കിനൊക്കെ പോകുന്ന ടൈമാണെങ്കിൽ അവരും പറയും എങ്ങനെയാണെന്ന് വെച്ചാൽ ഗ്രൗണ്ടാണെന്നും പറഞ്ഞിട്ട് അവരും ഇങ്ങനെ പറയാനത് നമുക്ക് കേൾക്കുമ്പോൾ ഇച്ചിരി ഒരു പ്രൗഡാണ്. ഇപ്പോൾ കൊച്ചി പഴയ കൊച്ചിയല്ല, കൊച്ചി മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ പറഞ്ഞതുപോലെ മാറ്റങ്ങൾ അനിവാര്യമാണ്. അത് നമ്മളിലൂടെ തന്നെയാവണം. ക്യാമറമാൻ ബിനു പാവമ്മയ്ക്കൊപ്പം സ്നേഹ മൊല്ലൈനാൽ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.